അൻവറുമായുള്ള ഫോൺ വിളി വിവാദത്തിൽ SP സുജിത് ദാസിന് ക്ലീൻ ചിറ്റ്. സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കി അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രധാന തെളിവായ ഫോൺ സംഭാഷണം ഹാജരാക്കാൻ PV അൻവർ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സുജിത് ദാസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് PV അൻവർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും MLA എനിക്ക് വേണ്ടി എനിക്കറിയാം ശശിയോട് ഒരു ദേഷ്യം നിങ്ങളുടെ ഒരു MLA എന്നുള്ള ഒരു രീതിയിൽ ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയായിരുന്നു PV അൻവർ സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത്. മരമുറി കേസിൽ പരാതി പിൻവലിക്കാൻ കേണപേക്ഷിക്കുന്നതും അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് വൻ ശക്തിയായി മാറുന്നതും അൻവറിനോട് സുജിത് ദാസ് പങ്കുവച്ചിരുന്നു. സംഭവം വിവാദമായതോടെയാണ് അന്വേഷണവും സുജിത് ദാസിന്റെ സസ്പെൻഷനും വഴിവെച്ചത്. ഉത്തരമേഖല IG, ഇന്റലിജൻസ് IG എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് വകുപ്പ് തല അന്വേഷണം നടത്തിയത്. സംഭാഷണം വ്യാജമായി ഉണ്ടാക്കിയതെന്നായിരുന്നു സുജിത് ദാസിന്റെ മൊഴി. പ്രധാനപ്പെട്ട തെളിവായ സംഭാഷണം റെക്കോർഡ് ചെയ്ത ഫോൺ ഹാജരാക്കാൻ PV അൻവറും തയ്യാറായില്ല. തെളിവുകളുടെ അഭാവത്തിലാണ് സുജിത് ദാസിന് ക്ലീൻ ചിറ്റ് നൽകിയത്. സുജിത് ദാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണിതെന്ന് PV അൻവർ. ഇപ്പോൾ ഇനി നമുക്ക് ഈ കേസിൽ ഒരു സ്റ്റെപ്പ് എടുക്കാം. അവർ ഇദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്തതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ കോപ്പി നമുക്ക് അയച്ചു തരുന്നതോട് കൂടിയിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനും ഈ കാര്യങ്ങൾ കോടതിയോട് പറയാനും സാധിക്കും. അവർ ആകെയുള്ള എൻ്റെ ഈ തെളിവും കൂടി നശിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. ആ ഉദ്ദേശം അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ നമ്മളെ വിഡിയായിട്ട് നമുക്ക് നിന്നു കൊടുക്കാൻ പറ്റുമോ? നിലവിൽ പോലീസ് ആസ്ഥാനത്തെ പ്രൊക്യൂർമെന്റ് AIG ആണ് സുജിത് ദാസ്. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചാൽ സുജിത് ദാസിന് ആശ്വാസമാകും. മീഡിയ 1 തിരുവനന്തപുരം.